ആലുവാങ്കുടി ശ്രീ മഹാദേവ ക്ഷേത്രം വരെ പോയതാണ്. രാത്രിയാണ്. ഇപ്പോൾ ഒരു 7 മണിയായി കാണും. അന്നേരം ഇങ്ങനെ ഒരു ഓട്ടം വന്നു. നമ്മൾ പോയി അവരെ അവിടെ കൊണ്ടുവിട്ടാൽ മതിയായിരുന്നു. അവരവിടെ സ്റ്റേ ആണ്. കോഴഞ്ചേരിയിൽ നിന്ന് വന്നൊരു ഫാമിലിയാണ്. അവരെ അവിടെ കൊണ്ടുവിട്ടു. കാട്ടിക്കൂടെ രാത്രി ഇങ്ങനെ വരുമല്ലയോ, വല്ല മൃഗങ്ങളെ വല്ലതും കണ്ടാലോ എന്ന് വെച്ച് ഫോൺ ഓണാക്കി വെച്ചതാണ്. എന്നാൽ നമുക്ക് വീഡിയോയിൽ ഇങ്ങനെ കാണാൻ പറ്റുമല്ലോ, അത്രേ ഉള്ളു കാര്യം. അങ്ങനെ നമ്മൾ വരികയാണ്. നാളെ അനുമാസം 1-ാം തീയതിയാണ്. അപ്പോൾ അതിന് അമ്പലത്തിൽ അതുകൊണ്ട് ആൾക്കാരൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ. കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഇതുകൊണ്ടാണ് അടിപൊളി റോഡല്ലേ. ഇവിടെ ചാടി കാലിയാണെങ്കിൽ ചെറുപ്പിച്ച് ചാടി അങ്ങ് പോകും. ആൾക്കാരുണ്ടെങ്കിൽ തലയൊക്കെ ഇടിക്കും. അതുകൊണ്ട് ചെറുക ചവിട്ടി ഇറക്കിയൊക്കെ കൊണ്ടുവരത്തുള്ളൂ. അപ്പം ഞാൻ മാത്രമേ ഉള്ളത് കൊണ്ട് നമ്മളങ്ങനെ പോവുകയാണ്. ഇല്ലെങ്കിൽ ചവിട്ടി ഇറക്കി ചെറുകെ കൊണ്ടുപോകത്തുള്ളൂ. മനുഷ്യൻ്റെ തലയൊന്നും ഇടിക്കരുതല്ലോ. നമ്മുടെ വണ്ടിയിൽ ആൾക്കാരിരിക്കുമ്പോൾ നമ്മൾ ചാടിച്ചു കഴിഞ്ഞാൽ അവരുടെ തലയൊക്കെ ഇടിക്കും. അപ്പോൾ ചെറുകെ ചവിട്ടി ഇറക്കിയൊക്കെ പോകത്തുള്ളൂ. ഇപ്പോൾ ആരും ഇല്ലാത്തത് കൊണ്ട് ഫ്രണ്ടിലായതുകൊണ്ട് തലയിടിക്കത്തില്ല. നമ്മുടെ ഒരാളൊക്കെ ഫ്രണ്ടിലുണ്ടെങ്കിൽ നമ്മൾ വിട്ടു പോകുന്നത്. അത്രേ ഉള്ളൂ. ഇങ്ങനെ രാത്രി യാത്രയൊക്കെ നല്ല സുഖമാണ്. വനത്തിൽ കൂടി ഇങ്ങനെ പോകാൻ. ഒറ്റയ്ക്കൊക്കെ പോകുന്ന ഒരു വൈബാണ് പ്രത്യേകം. എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് നമ്മളിതൊക്കെ ആ രീതിയിൽ അങ്ങ് എടുക്കും. അടിപൊളിയല്ലേ. കാടെങ്കിൽ കാട്, നാടെങ്കിൽ നാട്, എവിടെ ആയാലും. ഞാനിത് നമ്മുടെ കാട് ഇറങ്ങുന്നിടം വരെ വീഡിയോ പിടിക്കും. അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ പിടിച്ചിട്ട് കാര്യമില്ല. റോഡിലൊക്കെ 5 ഭാഗത്തും പട്ടികൾ കാണും. അതിനെ എന്തോ കാണാനാ. അതുകൊണ്ട് കാട് കഴിയുന്ന ഉടനെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ഞാൻ വലിയ വീഡിയോ പിടുത്തക്കാരനോ പ്രൊഫഷണലോ ഒന്നും അല്ല. ഇത് ചുമ്മാ ഒരു രസത്തിന് ഇങ്ങനെ പോകുമ്പോഴെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ്, കാട്ടിക്കൂട്ടുന്നതാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇങ്ങനെ എന്തുവാ പറയുന്നത് ഇതിനെക്കുറിച്ച് വലിയ വീഡിയോ അങ്ങനെയൊന്നുമില്ല. ഫോണിനകത്തുനിന്ന് നമ്മൾ ചെറുകെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുന്നതൊക്കെ ഒന്ന് ഇങ്ങനെ പോകുന്ന വഴിയൊക്കെ രാത്രിയൊക്കെ ആയതുകൊണ്ട് ഒറ്റയ്ക്കല്ലയോ. അപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ പിടിച്ചു. ചിലപ്പോൾ വല്ല പുലികളൊക്കെ വന്ന് മുമ്പിൽ ചാടുമ്പോൾ നമുക്ക് അത് വീഡിയോ കാണാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയാണ്. നമ്മൾ ഈ ക്യാമറ ഓണാക്കാതെ പോയ സമയത്തൊക്കെ പുലിയൊക്കെ വന്ന് പുലി പോകുന്ന വണ്ടി കേട്ട പെട്ടെന്ന് കണ്ടു ചാടിപ്പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താ അന്ന് ഫോണ് അങ്ങനെ ക്യാമറയൊന്നും വെച്ചുള്ള ഇതൊന്നും നമുക്ക് അറിയത്തില്ല. അങ്ങനെയുള്ള വീഡിയോ ഓണാക്കി വരുന്നതൊന്നും. അപ്പോൾ ഇപ്പോൾ അതൊക്കെ പഠിച്ചു വന്നപ്പോൾ നമ്മളൊന്നിനെയും കണ്ടില്ല. അങ്ങനെയൊന്നും നമ്മുടെ മുമ്പിൽ ചാടിയും വന്നില്ല. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ ഉണക്കല്ലയോ. വെയിലായതുകൊണ്ട് ഉണക്കൊക്കെ ആയതുകൊണ്ട് നല്ല ഉണക്കാവുന്നതിലേ ഉള്ളൂ മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാനൊക്കെ നാട്ടിലോട്ടൊക്കെ ഇറങ്ങുന്നത്. അല്ലെങ്കിൽ കാട്ടിലൊക്കെ ചെറിയ അരുവികളിലൊക്കെ ഇപ്പോഴും വെള്ളമുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഞാനിതാ നമ്മളെ നാട് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് എത്താൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ ആരെങ്കിലും കണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് നന്ദി. കാരണം ഞാനിതൊക്കെ ചുമ്മാ ഇങ്ങനെ എടുത്തിരുന്നതല്ലേ. ഇതൊക്കെ കണ്ട് സമയം കളഞ്ഞിരുന്ന് കാണാൻ മനസ്സ് കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളൊരു നന്ദി. അവർക്ക് അത്രയും നേരം ഇരുന്ന് കണ്ടതിന് ഒരു നന്ദി പറഞ്ഞില്ലെങ്കിൽ അത് മോശമല്ലേ. അതുകൊണ്ട്
എൻ്റെ ഈ വീഡിയോ ഫുള്ള് കണ്ട ആരുണ്ടെങ്കിലും അവർക്കെല്ലാവർക്കും നന്ദി. അപ്പോൾ ഞാനിതാ നമ്മുടെ കാട് കഴിഞ്ഞ് നാട്ടിലോട്ട് ഇറങ്ങി വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു. ഞാൻ അവിടുന്ന് ഇവിടെ വരെ വരാനെടുത്ത സമയം കാട്ടിൽ 5 മിനിറ്റ് 34 സെക്കൻഡാണ്. ഓക്കെ.